ഹലോ എൻ്റെ പൊന്നേങ്ങന്മാരെ, കേരളത്തിൽ നിന്നുള്ള 85% കുട്ടികൾ പഠിക്കുന്ന ഈ 85%-ലും 95%-ത്തോളം കുട്ടികൾ നമ്മുടെ മലബാർ സൈഡിൽ നിന്ന് പഠിക്കുന്ന ബാംഗ്ലൂരിലുള്ള ശാന്ത ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഈ ഒരു സ്ഥാപനത്തിൻ്റെ മെഡിക്കൽ ഹെൽത്ത് അലൈഡ് ക്യാമ്പസിലാണ് ഞാൻ ഉള്ളത്. എന്നെപ്പോലുള്ള ഒരു പാരൻറ്റിന്, അതുപോലെ തന്നെ +2 കഴിഞ്ഞതിന് ശേഷം മക്കളെ എവിടെ പഠിപ്പിക്കാൻ വിട്ടാൽ തന്നെ അത് ജെന്യൂനാണോ, എന്തൊക്കെ പ്രശ്നങ്ങൾ അവർക്ക് ഈ ഒരു വീഡിയോ മുതൽക്കൂട്ടാവും. അപ്പോൾ ഈ ഒരു ക്യാമ്പസിലുള്ള പ്രിൻസിപ്പൾ ആയിട്ടുള്ള ഡോക്ടർ നവീൻ സൈമൺ എന്നുള്ള സാറിൻ്റെ അടുത്ത് എല്ലാ ഡീറ്റെയിലും ചോദിക്കാം. അപ്പൊ സാറേ, ഇവിടെ എന്തൊക്കെ കോഴ്സുകളാണുള്ളത്? ആദ്യം നമുക്ക് തുടങ്ങിയത് നഴ്സിംഗ്, പിന്നെ ഫിസിയോതെറപ്പി, അലൈഡ് ഹെൽത്ത് കോഴ്സസ് നമുക്ക് 13 കോഴ്സുകളുണ്ട്. അതിൽ ATOT, റെസ്പിറേറ്ററി, കാർഡിയോ, പെർഫ്യൂഷൻ, പിന്നെ ഓപ്റ്റോമെട്രി, റീനൽ ഡയാലിസിസ്, റെസ്പിറേറ്ററി കെയർ, പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെ അതില്ലാത്ത പാരാമെഡിക്കൽ കോഴ്സസും ഉണ്ട്. അതിലൊരു 6 സ്പെഷ്യാലിറ്റി ഉണ്ട്. ഓപ്റ്റോമെട്രി, റീനൽ, പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ, പിന്നെ എക്സ്റേ ടെക്നീഷ്യൻ, BHA. ഫാർമസിയിൽ നമുക്ക് ബാച്ചിലേഴ്സ് ഇൻ ഫാർമസിയും പിന്നെ ഡിപ്ലോമ ഇൻ ഫാർമസിയും രണ്ട് കോഴ്സുണ്ട്. സാർ, ഇപ്പോൾ സാർ പറഞ്ഞ കോഴ്സുകളിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കോഴ്സാണ് BHA എന്നുള്ള കോഴ്സ്. ഈ BHA എന്നുള്ള കോഴ്സ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലേ? ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഇത് 2 കാറ്റഗറിയാണ്. ബേസിക്കലി അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പോകുന്ന ആൾക്കാർ ഇത് ചൂസ് ചെയ്യും. പല ടെക്നീഷ്യൻസ് ആയിട്ട് BSc പഠിച്ച ആൾക്കാർക്കും ഡോക്ടേഴ്സ് MBBS പഠിച്ചാലും അവർക്ക് BHA ആവശ്യമുള്ളത്. എന്തെന്ന് പറഞ്ഞാൽ അവർ ഒരു അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിൽ പോകും. ഒരു ഡോക്ടറായിട്ട്, ഫിസിഷ്യൻ ആയിട്ടോ ഇല്ല നേഴ്സായിട്ടോ അവർ ജോലി ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു ഫ്ലോർ മാനേജർ ആവണമെന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ ആവശ്യമുള്ളത്. സോ BHA നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ അത്ര ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ മുൻപ് അതിന്റെ ഇമ്പോർട്ടൻസ് അറിയില്ല. നമുക്ക് ഗൾഫ് കൺട്രീസോ ഇല്ല ഒരു അയർലൻഡിൽ, അമേരിക്ക, അങ്ങനെ ഒരു കൺട്രീസിൽ നമുക്ക് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ BHA കോഴ്സ് തന്നെ ഒരു ഹയസ്റ്റ് പെയ്ഡ് കോഴ്സാണ്. സാർ, അപ്പൊ BHA എന്നുള്ള ഒരു കോഴ്സ്, അതിന് +2 സയൻസ് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് കേട്ടല്ലോ. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമുക്ക് സയൻസ് ആവശ്യമുണ്ട്, പക്ഷേ സയൻസ് ഇല്ലാത്ത പിള്ളേരും BHA കോഴ്സ് എടുക്കാം. നമുക്ക് ആർട്സ് ആയാലും കോമേഴ്സ് ആയാലും അവർക്ക് ഇതിന്റെ സ്കോപ്പ് ഉണ്ട്. സർ, ഇത് നമ്മുടെ സ്റ്റാഫാ. ഡോക്ടർ ഗോപിനാഥ് സർ, ഫാർമസി പ്രിൻസിപ്പൽ, മിസ് പവിത്ര, അലൈഡ് ഹെൽത്ത് സയൻസസ് ടീച്ചർ, ആൻഡ് മിസ് രേവതി, അലൈഡ് ഹെൽത്ത് സയൻസസ് ടീച്ചർ, മിസ്സസ് ഡയന, പ്രിൻസിപ്പൽ നഴ്സിംഗ് പ്രിൻസിപ്പൽ, മിസ്സസ് Aisha Bhatt, she is HOD of physiotherapy, and Mrs. Shilpa, HOD of nursing. Okay, sir. And this is Mr. Ranjit, our allied health sciences BHA in the principal. അപ്പോൾ രഞ്ജിത്ത് സാർ, BHA ഹാൻഡിൽ ചെയ്യുന്നത് സാറാണല്ലോ. അപ്പോൾ എനിക്ക് BHA കോഴ്സിനെ കുറിച്ചാണ് അറിയാനുള്ളത്. ആക്ച്വലി BHA എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം സ്കോപ്പുള്ള ഒരു കോഴ്സാണിത്. ആക്ച്വലി നമുക്കിത് 3 years ഡ്യൂറേഷൻ ആണ് വരുന്നത്. ഇതിൽ 6 സെമസ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്കീമിലുള്ള കുട്ടികൾക്കും, +2 പഠിച്ച ഏത് സ്കീമിലുള്ള കുട്ടികൾക്കും ഈ കോഴ്സിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്, എൻറോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ. തികച്ചും നമുക്കറിയാം, ഇപ്പോൾ ഒരു ക്ലിനിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ അവിടെ മെഡിക്കൽ പ്രൊഫഷണൽസ് മാത്രമല്ല, അവരുടെ വർക്ക് കോർഡിനേറ്റ് ചെയ്യാനും അഡ്മിനിസ്ട്രേഷൻ്റെയും ഒരു ആവശ്യമുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ഒരു ഫീൽഡ് മാനേജ് ചെയ്യാനായിട്ട് ഈ BHA കാൻഡിഡേറ്റ്സിന് തീർച്ചയായിട്ടും സാധിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് നേറ്റീവിലും അതുപോലെ തന്നെ അബ്രോഡിലും ഒരു ഓപ്ഷൻസ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആണ് ഇതിനുള്ളത്. സർ, നിങ്ങളുടെ കോളേജിൽ അഡ്മിഷൻ എടുത്ത ഒരു കുട്ടിക്ക് കിട്ടുന്ന ഫെസിലിറ്റികൾ എന്തൊക്കെയാണ്? നമുക്ക് ബേസിക് കമ്മ്യൂണിറ്റീസ് ആയിട്ട് നല്ല ക്ലാസ് റൂം ഇൻഫ്രാസ്ട്രക്ചർ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ കംഫർട്ടബിൾ ഫർണിച്ചേഴ്സ്, ലാബോറട്ടറീസ് ആസ് പെർ നോംസ്, ആസ് പെർ INC, പിന്നെ ഫിസിയോതെറപ്പി, IAP. അതില്ലാത്ത അലൈഡ് ഹെൽത്ത് ഒക്കെ അവർക്ക് ബയോകെമിസ്ട്രിയും മൈക്രോബയോളജി ലാബ്സും കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഫാർമസി ഈസ് ഡിഫറെൻറ്റ്. ദെൻ എഡ്യൂക്കേഷൻ വൈസ് വി ഹാവ് ദ ബെസ്റ്റ് ക്ലിനിക്കൽ പ്രാക്ടീസ്. നമുക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ നമുക്ക് 360 ബെഡഡ് ഹോസ്പിറ്റലുണ്ട്. അതില്ലാത്ത പേരന്റ് ഹോസ്പിറ്റലും നമുക്ക് സ്വന്തമായിട്ട് 2 ഹോസ്പിറ്റലുണ്ട്. ഓക്കെ. പ്രാക്ടിക്കൽ എല്ലാം അവിടെ കൊണ്ടുപോകാം. പിന്നെ നമുക്ക് പ്രാക്ടിക്കൽ ഓൺകോളജിന്ന് പറഞ്ഞാൽ ഇല്ല ഒരു ന്യൂറോളജി സ്പെഷ്യാലിറ്റി നമുക്ക് ഹൈദരാബാദും പിന്നെ ബാംഗ്ലൂർ, നിമാൻസ്, ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് സ്പെഷ്യാലിറ്റിക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ. നമുക്ക് കാർഡിയോ വാസ്കുലർ പിന്നെ പെർഫ്യൂഷൻ ആയിട്ട് അവർക്ക് ഷിമോഗ, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ സത്യസായി കാർഡിയോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. BHA എന്ന് പറഞ്ഞാൽ BHAക്ക് നമുക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ബേസിക് കമ്മ്യൂണിറ്റീസ് തൊട്ട് അവർക്ക് ഒരു സീനിയർ മോസ്റ്റ് ലെവലിൽ അവർക്ക് ട്രെയിനിങ് ഉള്ള എല്ലാ കാര്യങ്ങളും ഉള്ള ഹോസ്പിറ്റൽ. നാരായൺ രുദ്രാലയായാലും
ഇല്ല ഫോർട്ടീസ് അപ്പോളോ ഇങ്ങനെ ഒരു ബെസ്റ്റ് ഹോസ്പിറ്റലായിട്ട് നമുക്ക് അവർക്ക് ഒരു MOU കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് അവിടെ കൊണ്ടുപോകാം. ഹോസ്റ്റൽ നമുക്ക് ഇവിടെ ഡോർമെറ്ററി സിസ്റ്റമും ഉണ്ട്, അതില്ലാത്ത സിംഗിൾ ബെഡഡ് പിന്നെ ഡബിൾ ബെഡഡ് ഫ്ലാറ്റ്സ് ഉണ്ട്. അതിൽ പിള്ളേർക്ക് എങ്ങനെ അവർക്ക് കംഫർട്ടബിൾ ഉണ്ടോ അത് അവർ ചൂസ് ചെയ്യാം. അവർ ഔട്ട് ഓഫ് 2000 കോളേജസിൽ നമ്മുടെ കോളേജ് ഒരു 10th റാങ്കിങ്ങിലുണ്ടെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. അത് നമ്മുടെ പിള്ളേരെ തന്നെ കൊണ്ടുവരുന്നുണ്ട്. പ്ലേ ഗ്രൗണ്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് പിള്ളേർക്ക്, ഇൻഡോറും പിന്നെ നമുക്ക് ബാഡ്മിന്റൺ കോർട്ട്, ഫുട്ബോൾ ഗ്രൗണ്ട്, പിന്നെ റിലേക്കായിട്ട് നമുക്ക് ഗ്രൗണ്ട് ഉണ്ട്, വോളിബോൾ, ത്രോ ബോൾ. സ്റ്റുഡൻസ് ജിമ്മും വേണമെന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഗേൾസ് ആൻഡ് ബോയ്സ് ജിമ്മും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പിരിച്വലി അവര് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെയും പ്രാർത്ഥിക്കാം. ഇല്ല അവർ അമ്പലത്തിക്ക് പോകണോ, ഇല്ല ചർച്ചിൽ പോകണോ, ഇല്ല അവര് മസ്ജിദ് പോകണമെന്ന് പറഞ്ഞാൽ അതിക്ക് പെർമിഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള അക്കാഡമിക്കൽ സൈഡ്, അതേപോലെ തന്നെ കുട്ടികൾക്ക് ഇവിടെ കിട്ടുന്ന ഫെസിലിറ്റീസ്, പിന്നെ ഇവിടെയുള്ള അമ്യൂണിറ്റീസ് എന്തൊക്കെയാണ്, എല്ലാത്തിനെ കുറിച്ചും വിശദമായി പറഞ്ഞു തന്നു. താങ്ക് യു സാർ. വിത്ത് യുവർ പെർമിഷൻ, ഞാൻ ഇതെല്ലാം അനുഭവിക്കുന്ന ഇവിടുത്തെ സ്റ്റുഡൻസ് ആണല്ലോ, അപ്പൊ അവരുടെ അടുത്ത് 1-2 ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. തീർച്ചയായിട്ടും അവരുടെ സന്തോഷം തന്നെ നമ്മുടെ സന്തോഷമല്ല. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം BHA സ്റ്റുഡൻസിന്റെ തന്നെ ചോദിക്കാം. നിങ്ങളൊക്കെ മലയാളികളാ? അല്ല, മലയാളികളായിട്ടുള്ളവരൊന്ന് കൈപൊക്കി. ഇപ്പൊ മലയാളികളല്ലാത്തവര് കൈപൊക്കി എന്നാ പറയുന്നുണ്ട്. ഓക്കെ, പേര്? അഹമ്മദ് യാസിൻ. എവിടെ സ്ഥലം? മലപ്പുറത്ത്. നിങ്ങൾ BHA എന്നുള്ള കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ? BHA ഒരുപാട് ഇപ്പൊ പുതിയൊരു വന്ന ഡിഗ്രിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്കോപ്പുകളുള്ള സംഭവമാണ്. അപ്പോ പിന്നെ മാനേജ്മെന്റ് ഫീൽഡ് എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും ഒരു സ്കോപ്പുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് വന്നാണ്. നല്ല കോഴ്സ് തന്നെയാണ്. ഓക്കെ, പേര്? ആദിലിന്റെ വീട് എവിടെയാണ്? ഞാൻ ട്രിവാൻഡ്രം. ഓക്കെ. അപ്പൊ ആദില്, കോഴ്സ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഈ ഒരു ക്യാമ്പസ് എങ്ങനെയുണ്ട്? ഈ കോഴ്സ് ശരിക്കും പ്രോമിസിംഗ് ആയിട്ടുള്ള, ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്. പിന്നെ ഈ ക്യാമ്പസിനെ പറ്റി പറയുമ്പോൾ ഈ ക്യാമ്പസിൽ ഈ കോഴ്സ് തീർച്ചയായിട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കോഴ്സ് തന്നെയാണ്. ഈ കോഴ്സ് ഇപ്പോൾ ഈ ക്യാമ്പസ് എന്നുള്ളതിനപ്പുറം എവിടെയാണെങ്കിലും ഈ കോഴ്സ് തീർച്ചയായിട്ടും ഇപ്പോൾ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ്. പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം ഈ കോഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഇവിടെ നിന്ന് ശാന്തയിൽ ഇവർ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. आपका नाम? मोहम्मद आफ्ताब हुसैन. ओ, इधर का कोचिंग कैसा है? जी सर, पहली बात तो कैंपस बहुत ही बढ़िया है, फैकल्टीज बहुत ही अच्छे हैं, और कोर्स के बारे में ये जो एक प्रॉमिसिंग कोर्स है और फ्यूचर एक्सपेक्ट बहुत है इस कोर्स में. और जो फ्यूचर में हम जैसे मेडिकल पर्सन हमारे लिए बहुत से स्कोप है इस कोर्स के बाद. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവിടെ കുറച്ച് പിള്ളേരിക്കുന്നുണ്ട്. മക്കളെ, ചെറിയൊരു സീറ്റ് തരും. എന്തെങ്കിലും മുതിർന്ന ആളല്ലേ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങളൊക്കെ എവിടെ സ്ഥലം? തൃശ്ശൂർ. എല്ലാവരും മലയാളികളാണ് തന്നെ, അല്ലാത്തവരാരും ഇല്ല. അപ്പൊ നന്ദന, ഈ ക്യാമ്പസ് എങ്ങനെയുണ്ട് മോളെ? പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ കോച്ചിങ് എങ്ങനെയുണ്ട്? ക്യാമ്പസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത്രയും നല്ല അടിപൊളി ക്യാമ്പസ് ആണ്. അത് അക്കാദമിക്കലി ആണെങ്കിലും അല്ലാതെയും തന്നെ. പിന്നെ ഫാക്കൽറ്റീസ് ആണെങ്കിൽ എന്ത് കാര്യത്തിലാണെങ്കിലും അത്രയും സപ്പോർട്ട് കിട്ടുന്ന ഒരു ഫാക്കൽറ്റീസ് ഒന്നും കിട്ടാനില്ല. എന്ത് കാര്യത്തിലാണെങ്കിലും, അതിപ്പോ കൾച്ചറൽ ഇവന്റ്സിനാണെങ്കിലും പഠിക്കാനാണെങ്കിലും എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. പിന്നെ ഹോസ്റ്റലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാ ഭാഗത്തുനിന്നും, ഇന്ത്യയിൽ എല്ലാ ഭാഗത്തുനിന്നും കുട്ടികൾ വരുന്നുണ്ട്. അവർക്കനുസരിച്ചുള്ള ഫുഡും പിന്നെ അതേപോലെ ഹോസ്റ്റലൊക്കെ ആണെങ്കിൽ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവിടെ ഇതൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളുടെ മറ്റേ പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ? പോസ്റ്റിംഗ് ഞാനിപ്പോൾ ക്ലിനിക്കൽ കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ ഈ ക്ലിനിക്കലും കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു ഉഷാറിന് വേണ്ടിയിട്ട് നിങ്ങളെ കാണുമ്പോൾ ഒരു ഗായികനെ മാരിയുണ്ട്, 2 വരി പാടി. ചിന്ന ചിന്ന പുരിവായ് ഇൻസിലയെല്ലാം പൂക്കൾ പൂക്ക സീവായ് മലർകളെ മലർവായ്. ഓ, അടിപൊളി അടിപൊളി, അപാര ഗായിയാണ്. ഞാൻ വെറുതെ ഒന്ന് ഗസ് ചെയ്ത് അടിച്ചാണ്, സംഭവിച്ചാറായി. അപ്പൊ ഈ കൂട്ടത്തിലേ കുറച്ച് ജിമ്മായിട്ടുള്ള നിങ്ങളാണ്. നിങ്ങൾ മാത്രം എന്താ യൂണിഫോം ഇടാത്ത? വില്ലനാണ്. ഞങ്ങൾക്ക് ദേവരാജ കോളേജിൽ ഞങ്ങൾക്ക് ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. ഓ, അതിൻ്റെതാണ്. അതിൽ പോയിട്ട് നമ്മൾ ഫസ്റ്റ് അടിച്ചിട്ട് വന്നു. ഫസ്റ്റ് അടിച്ചോ? ഒന്ന് കൈയോട്ടി കാണി. ഏത് ഇയർ ആണ്? തേർഡ് ഇയർ. ഞങ്ങൾ തേർഡ് ഇയർ ആണല്ലോ. നിങ്ങൾ റാഗ് ചെയ്യണ കൂട്ടത്തിലാണല്ലോ. നിങ്ങളുടെ മീശ വിരിക്കലൊക്കെ കാണുമ്പോ തോന്നുന്നുണ്ടല്ലോ. അല്ലല്ല, റാഗിങ് ഉണ്ടോ അവിടെ? റാഗിങ് ഫ്രീ ക്യാമ്പസ് ആണ്. റാഗിങ് ഫ്രീ. ജൂനിയേഴ്സിനൊക്കെ സ്വന്തം അനിയന്മാരെ കാണും. അവർക്ക് എന്താ ആവശ്യം? എന്റെ മുഖത്ത് നോക്കി പറയും, ജൂനിയേഴ്സിനെ അങ്ങനെ കാണും. ചോദിച്ചാൽ മതി. ഞങ്ങൾ അങ്ങനെ
ഇതാണ് ബോയ്സ് ഹോസ്റ്റൽ, ഇതാണ് ഗേൾസ് ഹോസ്റ്റൽ. ഇതിൻ്റെ ഇടയിൽ കാണുന്നത് ആ ഒരു ഫ്ലാറ്റ് കണ്ടോ, അതിലാണ് ഇവിടുത്തെ പ്രിൻസിപ്പളും സ്റ്റാഫും ഇവിടുത്തെ ഫാക്കൽറ്റീസും എല്ലാവരും താമസിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കൾ ഇവിടെ സേഫ് ആൻഡ് സെക്യൂർ ആണ്. നമ്മുടെ മക്കളുടെ സെക്യൂരിറ്റി, അതായത് അവരിവിടെ സേഫ് ആണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത് ഗേൾസിന്റെ ഡൈനിങ് ഏരിയ ആണ്. ബോയ്സിന്റെ ഡൈനിങ് ഏരിയ കിച്ചണിന്റെ അപ്പുറത്തെ സൈഡാണ് വരുന്നത്. കംപ്ലീറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, ഹൈജീനിക് ആണ്. ഈ വക എല്ലാ ഫെസിലിറ്റികളും, അതായത് ഇവിടുത്തെ അക്കോമഡേഷനും ഫുഡും ഈ പറഞ്ഞ മാതിരി അമ്യൂണിറ്റീസ് എല്ലാം ഇവിടുത്തെ ഫീൽ ഉൾപ്പെടും. ഫീ എന്ന് പറഞ്ഞാൽ മറ്റ് കോളേജുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ വളരെ റീസണബിൾ ആണ്. ഇവിടുത്തെ എക്സാം ഫീസ് ഒഴികെ ബാക്കി എല്ലാം ഈ ഫീസിൽ ഉൾപ്പെടുന്നുള്ളതാണ് അതിന്റെ വേറൊരു പ്രത്യേകത. കുറച്ച് പിള്ളേര് ഹോസ്റ്റലിലുള്ളവർ നമ്മളെ കാണാൻ വേണ്ടി ഇവിടെ വന്നു. അവരുടെ അടുത്ത് നേരിട്ട് വിവരങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണത് യാതൊരുവിധ ഇടനിലക്കാരും ഇല്ലാതെ ശാന്ത ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് പാരന്റ്സിന് വരാം, അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ച് അന്വേഷിച്ച് ഇവിടെ വന്ന് കണ്ട് ബോധ്യപ്പെട്ടിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പൊ മക്കളെ ഉഷാറല്ലേ? അപ്പൊ നമ്മുടെ ഭാവിയിലെ വാഗ്ദാനങ്ങളാണ് ഈ മക്കൾക്ക് എല്ലാവിധ ഭാവുകളും നേരുന്നു. താങ്ക് യു, ബൈ. താങ്ക് യു.